ജപ്പാനിലെ മാർക്കറ്റുകളിൽ പല തരത്തിലുള്ള കിറ്റ്കാറ്റ് വാങ്ങാനായിട്ട് കിട്ടാറുണ്ട്. കോമൺ ആയിട്ടുള്ളത് ഈ പച്ച കളറും പിന്നെ നമ്മുടെ സാധാരണ കിറ്റ്കാറ്റിലെ റെഡ് കളർ കവർ വരുന്നത്, അത് രണ്ടുമാണ്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ സീസണലായിട്ട് വരുന്നതാണ്. ഞാൻ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് 300+ വെറൈറ്റി കിറ്റ്കാറ്റ് ജപ്പാനിലുണ്ടെന്നാണ്. ഒരു ബോക്സിൽ 40+ വെറൈറ്റീസ് വരുന്ന കിറ്റ്കാറ്റിൻ്റെ ബോക്സ് നമുക്ക് വാങ്ങാൻ കിട്ടും ആമസോണിലൊക്കെ. ഇത് ഓറഞ്ച് ഫ്ലേവറിലുള്ള കിറ്റ്കാറ്റാണ്. കാണാൻ നമ്മുടെ സാധാരണ കിറ്റ്കാറ്റ് പോലെ ആണെങ്കിലും അകത്ത് ഓറഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ ഈ ലെമണിൻ്റെത് പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന യെല്ലോ ആണിത്. അതിൻ്റെ ടേസ്റ്റും നല്ലതായിരുന്നു. ഒരു നല്ല ലെമണിൻ്റെ ഒരു ഫ്ലേവർ ഉള്ളത് കൊണ്ട് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആപ്പിൾ ഫ്ലേവർ അത്രയ്ക്ക് പോരായിരുന്നു. പക്ഷേ ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത് കൊണ്ട് സാധാരണ കിറ്റ്കാറ്റിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇത്രയൊക്കെ വെറൈറ്റി ഉണ്ടെങ്കിലും കൂടുതലും സീസണലായിട്ടാണ് ഇങ്ങനത്തെ വെറൈറ്റി കിറ്റ്കാറ്റ്സ് ഷോപ്പിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടാറുള്ളത്. അല്ലാത്തപ്പോൾ നമുക്ക് സാധാരണ കിറ്റ്കാറ്റും പിന്നെ മച്ച ഫ്ലേവറിലുള്ള ഗ്രീൻ കിറ്റ്കാറ്റുമാണ് കിട്ടുന്നത്. ഇത് സ്ട്രോബെറിയാണ്, ഇത് പിങ്കാണ്. ഇതും കോമൺ ആയിട്ട് മിക്കവാറും നമ്മൾ കടകളിലൊക്കെ കാണാറുണ്ട് ഇതിൻ്റെ പാക്കറ്റായിട്ട് വാങ്ങാനായിട്ട്. അപ്പോൾ ഇത് ഒരു പിങ്ക് കളറാണ് വരുന്നത്. ഇതിന് സ്ട്രോബെറിയുടെ ഒരു പുളിപ്പുള്ള ഒരു മധുരം ആണ് വരുന്നത്. ഈ ഒരു പച്ച കളർ കിറ്റ്കാറ്റ് മച്ച ടേസ്റ്റിലുള്ള കിറ്റ്കാറ്റാണ്. ഇത് നമുക്ക് കോമൺ ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന കിറ്റ്കാറ്റാണ്, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിന് മച്ചേൻ്റെ ടേസ്റ്റാണ്. ഇല അരച്ചതിൻ്റെ ഒരു ഫ്ലേവർ ആണെങ്കിലും എനിക്ക് ഈ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഇനി തുറക്കാൻ പോകുന്ന കിറ്റ്കാറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മൗണ്ട് ഫുജിയുടെ പടമൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു തീമിലുണ്ടാക്കിയിരിക്കുന്ന കിറ്റ്കാറ്റാണ്. ബ്ലൂബെറി ടേസ്റ്റ് ആണെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബ്ലൂവും വൈറ്റും കൂടെ വരുന്ന ഒരു ഗ്രേഡിയൻ്റൊക്കെ ഉള്ള കളർ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് പൊളിക്കാനായിട്ട് തോന്നുന്നില്ല, പൊട്ടിക്കാനായിട്ടുള്ളൊരു അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വലിയ കുഴപ്പമില്ല, എന്നാലും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തോന്നി. ഇതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ലെമണിൻ്റെ ടേസ്റ്റാണ്.